ദില്ലി മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയയ്ക്ക് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. ദില്ലി റൌസ് അവന്യൂ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. മദ്യനയ അഴിമതിയിലെ CBI ED കേസുകളാണ് സിസോദിയ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, സിസോദിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വാസകരമല്ല ഈ വാർത്ത. AAPയെ സംബന്ധിച്ചിടത്തോളം സിസോദിയയ്ക്ക് ഇപ്പോൾ ജാമ്യം നൽകേണ്ട എന്ന് തന്നെയാണ് റോസ് അവന്യൂ കോടതി വിധിച്ചിരിക്കുന്നത്. ഒപ്പം കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ്. അതിന്റെ അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷയെ വേണ്ടെന്ന് വെച്ചത്? വിനീത, ദില്ലി മദ്യനയ അഴിമതിയിൽ മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി ഇന്നിപ്പോൾ റൌസ് അവന്യൂ കോടതിയാണ് തള്ളിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ വാദം കേട്ടിരുന്നു. ഈ വാദം കേട്ട സമയത്തൊക്കെ ഇതിനെ CBI പ്രോസിക്യൂട്ടർ ശക്തമായി തന്നെ എതിർത്തുന്നു. പ്രത്യേകിച്ച് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ മനീഷ് സിസോദിയക്കെതിരെ തെളിവുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടൊരു നേതാവിന് ഇപ്പോൾ ഈ ജാമ്യം നൽകുന്നത് ഈ അന്വേഷണത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്ന വിലയിരുത്തലാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്താണെങ്കിലും ജാമ്യം നിഷേധിച്ചുള്ള തീരുമാനം കാവേജി ബവേജയുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ടാവുകയും ചെയ്തത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി ഹൈക്കോടതിയും സുപ്രീം കോടതിയും സിസോദിയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന ഹർജി ഉൾപ്പെടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നൽകിയും അതും തള്ളുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ദില്ലി റൌസ് അവന്യൂ കോടതിയെ സമീപിക്കുകയും പക്ഷേ അവിടെയും ഈ ജാമ്യാപേക്ഷ തള്ളുന്നൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. എന്താണെങ്കിലും സിസോദിയെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അറസ്റ്റിലാവുകയും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ കണ്ടെത്തലുകൾ ഉൾപ്പെടെ ED നടത്തുകയും ചെയ്തിരിക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ED കേസിലും CBI കേസിലും ഇതിൽ സിസോദിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം 2023 ഈ രണ്ട് കേസുകളിലും ഫെബ്രുവരിയിലും മാർച്ചിലുമായാണ് രണ്ട് കേസുകളിൽ സിസോദിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതാണെങ്കിലും കോടതിയിൽ നിന്ന് കടുത്ത തിരിച്ചടിയാണ് സിസോദിയയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിനീത, ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.